ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. അതായത് ഞണ്ടും ഉരുളൻകിഴങ്ങും കൂടെ നമ്മുടെ ബീഫിൻ്റെയൊക്കെ രുചിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചേമ്പും കൂടെ ഉണ്ടായിരുന്നത് പുഴുങ്ങി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് ഈ റെസിപ്പി പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് അത്ര രുചിയായിട്ട് തോന്നിയില്ല, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞണ്ടിൻ്റെ വിഭവങ്ങളിൽ ഏറ്റവും രുചിയുള്ളത് ഇത് തന്നെയാണ് തോന്നിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീൻ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് നല്ല ഞണ്ട് കിട്ടിയിട്ടോ. 2 ഞണ്ടേ വാങ്ങിയിട്ടുള്ളൂ, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ജീവനുള്ള പുഴഞ്ഞണ്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന. പുഴഞ്ഞണ്ടിന് ടേസ്റ്റ് കൂടുന്ന എല്ലാവരും പറയാറ്. ഞണ്ടൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കങ്ങനെ അറിയില്ല ടേസ്റ്റിനെ പറ്റി. ഞണ്ട് അല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്, എനിക്കെല്ലാം ഒരുപോലെയായിട്ട് തന്നെ തോന്നാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് കാണാം. ഞണ്ട് കക്കയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ, കല്ലുമ്മക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ ആദ്യം തന്നെ കുറച്ച് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെള്ളുള്ളി ഇട്ടിട്ട് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ഞണ്ടിനെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റും കൂടും, നമുക്ക് വയറിന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല. ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പേടിയില്ലേ. അത് വേവിച്ചെടുത്ത് അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് സവോള, കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ സെയിം ചട്ടിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ ബീഫൊക്കെ എങ്ങനെയാണോ മസാല കൂട്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളിതിനും ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയുടെ കൂടെ മീറ്റ് മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ബീഫിനൊക്കെ നിങ്ങൾ ഏതാണോ ഈ മീറ്റ് മസാല ഉപയോഗിക്കുന്നത് അതും കൂടെ അതപ്പം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ രുചി കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നല്ലൊരു മസാലയായിട്ട് നമുക്ക് കിട്ടും. അതേ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചിടുകയാണ്. അടിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് അപ്പം തന്നെ അങ്ങനെ മുറിച്ചിടുക ചെയ്ത്. പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തെ രുചി ഉണ്ടല്ലോ, അപാര രുചി തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് അധികാരം ട്രൈ ചെയ്ത് നോക്കാത്ത റെസിപ്പി ആയിരിക്കും. ഇതൊക്കെ കൊച്ചി സ്പെഷ്യലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ടല്ല ഇടണേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് വേവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് ഈ എണ്ണയിലൊന്ന് ഉരുളൻകിഴങ്ങ് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് വേവിച്ചെടുക്കുക. ഉരുളൻകിഴങ്ങ് അങ്ങനെ ഇടുമ്പോഴാണ് പുഴുങ്ങിയിടുന്നതിലും ടേസ്റ്റ് കൂടെ. പുഴുങ്ങിയിടുമ്പോൾ അത് ഉടഞ്ഞു പോവേ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഉരുളൻകിഴങ്ങും ആ ഞണ്ടും കൂടുമ്പോഴാണ് ആ ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അത് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഉരുളൻകിഴങ്ങ് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. എന്താ വെച്ചാൽ ആ ഞണ്ടിൻ്റെ അതൊക്കെ അതിൽ പിടിച്ചിട്ടേ നമ്മൾ പുഴുങ്ങിയിടുമ്പോൾ അത് ഉടഞ്ഞു പോകുമ്പോൾ ഒരു തിക്കായി പോവും, റോസ്റ്റായിട്ടല്ല വരിക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുറിച്ച് വേവിക്കാതെ ഇടണമെന്ന് പറയുന്നത്. ഇതിൽ കിടന്നിട്ട് ആ ഉരുളൻകിഴങ്ങും ഞണ്ടും കൊണ്ട് വേവണം. അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ആ തക്കാളിയുടെ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ടായില്ല, അതിൽ വെള്ളം വറ്റാനും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മുടെ ഉരുളൻകിഴങ്ങും ഞണ്ടൊക്കെ ചേർന്ന് അടിപൊളി മസാലയായിട്ട് നമുക്ക് വരും കേട്ടോ. ഇത് റോസ്റ്റായിട്ട് ചപ്പാത്തിയുടെ കൂടെ ഞാൻ വെറുതെയാണ് കേട്ടോ കഴിച്ചത്. ആ ചേമ്പിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി ഞണ്ട് പുഴഞ്ഞണ്ട് കിട്ടുമ്പോൾ ഇങ്ങനത്തെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്രയും ടേസ്റ്റിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഉണ്ടാക്കി ഞാൻ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ വളരെ രുചിയുണ്ട്. അപ്പോൾ ഈ ഞണ്ടിനേലും കൂടുതൽ ആ ഞണ്ടിൻ്റെ ഫ്ലേവർ പിടിച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ കൂടെ ഞണ്ടും പിന്നെ ചേമ്പ് കയ്യിലുണ്ടോണ്ട് അത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായിട്ട് കിട്ടുന്ന റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ, അധികാരം ട്രൈ ചെയ്ത് നോക്കാത്തത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നവരേക്കും താങ്ക് യു.